പറ്റിയുള്ള ഒരു ബേസിക് ഫാക്ട്സ് കളക്ട് ചെയ്ത് അത് റെക്കോർഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അത് കൂടുതൽ വിശകലനം ചെയ്യുന്നതിന് ഒരുപക്ഷെങ്കിൽ CRMകാരിൽ തന്നെ പിന്നെ ചെയ്യാം. അതല്ലെങ്കിൽ ബാക്കി പഠനം ആഗ്രഹിക്കുന്നവർക്ക് അവർക്കൊക്കെ ചെയ്യാം. ഈ ഡേറ്റ ഇതൊരു ഡേറ്റ എനിക്ക് ഏറ്റവും അതിശയമായിട്ട് തോന്നിയത് ഇത്രയും ബൃഹത്തായ ഒരു ഡേറ്റാ ബേസ് മാനേജറിനെ പറ്റി ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെങ്കിൽ ഉണ്ടാക്കി. പറയുന്നു മാലിന്യ നിർമ്മാർജ്ജനമോട് എങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു. രണ്ട് കരകളിലെയും ഉണ്ടാകുന്ന അതിക്രമങ്ങൾ മനുഷ്യൻ വരുത്തുന്ന അതിക്രമങ്ങൾ കൊണ്ടാണ് മണ്ണൊലിപ്പ് ഉണ്ടാകുന്നതും അവിടെ ഒരു പക്ഷെങ്കിൽ വെള്ളം കുറയുന്നതും അതും എല്ലാം പെടുത്തുന്നു. പക്ഷേ അത് അവിടുത്തെ മണലുകൾ എത്ര ഉപയോഗിക്കുന്നുണ്ട്, എത്ര അതിരുകളുണ്ട്, എത്ര ഉപയോഗിക്കാം എന്നുള്ളൊരു കണക്ക് ഇവരുണ്ടാക്കിയിട്ടുണ്ട്. ആ ഓഡിറ്റിങ്ങിൽ അത് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒന്ന് മറിച്ച് നോക്കി. പക്ഷെ ഇവിടെ രണ്ടാമത്തെ സെഷനിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു റിപ്പോർട്ട് രൂപത്തിൽ അതിനകത്ത് കണ്ടിട്ടില്ല. ഇപ്പൊ ബ്രസീലത്തെ റിപ്പോർട്ടിൽ ഇല്ല. അതും അതെ, രണ്ടാമത്തെ സെഷനിൽ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, അത് നമുക്കൊന്ന് അവൈലബിൾ ആക്കണം. ഇന്ന് കൂടി പറയും അത് അവൈലബിൾ ആക്കണം. ഒരു റിപ്പോർട്ട് എഴുതണം, ഒരു 10-20 പേജ്. ആ പറഞ്ഞത് വിശദീകരിച്ച് എഴുതാമെങ്കിൽ ഈ റിപ്പോർട്ടിന് കൂടുതൽ പ്രയോജനം ഉണ്ടാകും എന്നാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ ഒരു പൊതുകാര്യം കൂടെ പറഞ്ഞിട്ട് ഈ സെഷൻ അവതരിപ്പിക്കാൻ പറയാം. പൊതുകാര്യം ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം ബഹുമാനപ്പെട്ട ഇന്നത്തെ പ്ലാനിംഗ് ബോർഡിലെ ബഹുമാനപ്പെട്ട ഒരു മെമ്പറുള്ളത് നമ്മൾ പരിസ്ഥിതി, പ്രകൃതി, മനുഷ്യൻ, പരിസ്ഥിതി എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും ഒരു പ്രത്യേക സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു എന്നല്ലാതെ പ്രസാദ് മാസ്റ്റർ കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല. പ്രത്യേകിച്ച് നമ്മളൊരു വേദി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രസംഗിക്കും. ഇതൊന്നും പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടാകുമ്പോഴോ ആനുവൽ പ്ലാനുകൾ ഉണ്ടാകുമ്പോഴോ പ്രത്യേകിച്ച് പ്രാദേശിക ഗവൺമെന്റുകൾ 96 മുതൽ, ഞാനിത് പറയാൻ കാരണം 66 മുതൽ പ്ലാനിംഗ് ഉണ്ടായിട്ട് വളരെ അതിന്റെ ഉണ്ടാക്കുന്നതിനെ പറ്റി, അതായത് പ്ലാൻ ഫോർമുലേഷൻ, ഡിസ്കഷൻ, അതിനകത്തെ വർക്കിംഗ് കമ്മിറ്റി, അത് ഇത് 100,000 കാര്യങ്ങളുണ്ട്. 66-ലെ ആദ്യത്തെ പ്ലാനിംഗ് ബോർഡ് മുതൽ ഉണ്ട്. ഈ സ്കീമുകളും പ്ലാനുകളും ഒക്കെ ഉണ്ടാകുന്നു. ഇൻഡസ്ട്രിക്കാർ അവരുടെ സ്കീം ഉണ്ടാക്കും, അഗ്രികൾച്ചർക്കാർ അവരുടെ സ്കീം ഉണ്ടാക്കും, ഇറിഗേഷൻകാർ അവരുടെ സ്കീം ഉണ്ടാക്കും, വിദ്യാഭ്യാസക്കാർ അവരുടെ സ്കീം ഉണ്ടാക്കും. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇതിൽ നിന്നും എല്ലാത്തിൽ നിന്നും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഓരോരുത്തരും അതിനെപ്പറ്റി ഒരു പ്ലാനിംഗ് ബോർഡിൽ ഇതിന്റെ സാങ്ഷൻ കൊടുക്കുമ്പോൾ ഈ സ്കീമുകൾക്ക് സാങ്ഷൻ കൊടുക്കുന്നു, പ്രോജക്റ്റുകൾക്ക് സാങ്ഷൻ കൊടുക്കുന്നു, എന്തുണ്ടാവുന്നു, മനുഷ്യനെ എങ്ങനെ ബാധിക്കുന്നു, സ്വത്തുണ്ടാവും, ശരിയാണ്, ഗ്രോത്ത് ഉണ്ടാവും, ആക്ടിവിറ്റീസ് ഉണ്ടാവും, തൊഴിൽ കൊടുക്കും, അതിൽ നിന്നും ഇതുണ്ടാവും. പക്ഷെ മനുഷ്യനെ അതെങ്ങനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു എന്നുള്ള പഠനങ്ങൾ നമ്മൾ ഈ പറയുന്നത് പ്രസംഗിക്കുമ്പോൾ ഞാൻ എന്നോടുള്ളവരും പറയുന്നുണ്ടാവും. അത് താഴെ തട്ടിൽ എത്തിയിട്ടില്ലെന്നുള്ള ഒരു സത്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് പ്രതിക്രിയയാണ് കാണുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ പറ്റി നമ്മളിപ്പോൾ 3 പതിറ്റാണ്ടിന് നേരായിട്ട് പറയുന്നുണ്ട്. UN മുതലിനൂടെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആവർത്തിക്കുന്നു, എല്ലായിടത്തും ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഈ മീനച്ചിലാറിന്റെ സസ്റ്റൈനബിലിറ്റിയെ പറ്റി തന്നെ മരിച്ചുകൊണ്ടിരിക്കുന്ന നദികളെ ഇത് കേരളത്തിൽ പ്രത്യേക പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ പറയാൻ കാരണം വീതി കുറഞ്ഞ ഒരു സംസ്ഥാനം 30% ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ 20% ഫോറസ്റ്റ് ഏരിയ. സയ്യൻ ഇപ്പോഴ് റിപ്പോർട്ടുകൾ കാലത്ത് പോലും അത്രയും ഉണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന കാര്യമാണ്. ഇന്ന് 10% മാറിയിരിക്കുന്നു. ഈ വീതി കുറഞ്ഞ സ്ഥലത്ത് ഫോറസ്റ്റ് ഇല്ലാതായി. ഈ വീതി കുറഞ്ഞ സ്ഥലത്ത് 44 നദികളുണ്ടെന്ന് പറഞ്ഞു. മനുഷ്യനാണെങ്കിൽ പെരുകി ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത്. അപ്പോൾ പെർ പോപ്പുലേഷൻ നമ്മൾ പെർ ഇൻഡിവിജ്വൽ പെർ ഹെഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടം പിടിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. പാരിസ്ഥിതികമായിട്ട് ഇനി അപ്പുറത്ത് പ്രത്യേകിച്ച് സീ ഇറോഷൻ കൊണ്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ 2 വർഷത്തിൽ കൂടെ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ ഇല്ലാതാവും എന്നുള്ളത് സത്യം. ഇത് വളരെ പ്രശ്നമുണ്ട്. പ്ലാനിംഗ് ബോർഡ് ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാം എന്താണ് ടൂറിസം വികസനം എന്ന് പറഞ്ഞ് വരുന്നതും ഒരു വർഷമെങ്കിൽ അടുത്ത ഉള്ള ഈ പറയുന്ന 10% ഫോറസ്റ്റും കൂടി നശിപ്പിക്കാൻ പോയി.
ഇത് നോക്കണം. അതായത് ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പശ്ചിമഘട്ടത്തിലുണ്ടായിരിക്കുന്ന അവസരങ്ങൾ എന്തൊക്കെ ഇത് പഠിച്ചിട്ടില്ല. ഇത് പഠിക്കാനുള്ള ടൂറിസത്തിന് ഒരു സ്കീം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ശരിയാണ്. ഇത്രയും പേർക്ക് തൊഴിൽ കിട്ടും, ഇത്രയും ടൂറിസ്റ്റുകൾ വരും, നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കാം പുറ രാജ്യങ്ങളുമായിട്ട്. ഇത്രയും ഖജനാവിലേക്ക് പണം തരും. ഖജനാവിലെ പണം വരുന്നത് മാത്രം മദ്യവർജനവും മദ്യനിരോധനവും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഖജനാവിലെ പണം കുറയാൻ പാടില്ല. കുടിച്ചോ മദ്യം വരട്ടെ. ഇതാണ് നമ്മുടെ 57 മുതലുള്ള നമ്മുടെ സംസ്ഥാന ഗവൺമെന്റുകൾ അനുബന്ധിച്ചുകൊണ്ടിരിക്കുന്ന നയം. ഇത് മാറ്റമില്ലെങ്കിൽ നമ്മുടെ ഈ പഠനങ്ങളൊക്കെ ഒരു പക്ഷേ CRMന്റെ ലൈബ്രറിയിലിരിക്കും. ഈ പഠനം പഠനത്തിൽ ഒരുപാട് പഠനങ്ങൾ പമ്പയെ പറ്റി ഇപ്പൊ ഇന്നലെ തന്നെ ഇന്നലെ മിനിഞ്ഞാന്നുണ്ടായിരുന്നു വേപ്പനാഥ് വന്നിട്ടുണ്ട്. വേപ്പനാട്ടുകായ നസ്ലി കായലോരങ്ങൾ നിലത്തുന്നു, അതിൻ്റെ പ്രകൃതിയുടെ ഈ പ്രശ്നങ്ങൾ അവിടെ നോക്കിയിരുന്നു. മിനിഞ്ഞാത്തെ പേപ്പറിനുണ്ടായിരുന്നു. ഇന്നലത്തെ ന്യൂസിൽ പമ്പയാറിനെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മീനച്ചിലാറിനെ എല്ലാവരുടെ പറ്റിയും പറയാനുണ്ട്. അച്ചൻകോയിലാറിനെ പറ്റി പറയാം. ഇതല്ല ഇതിനൊക്കെ മുമ്പേ നീളാനദിയെ പറ്റി പറഞ്ഞിരിക്കുന്നു. എന്ത് പ്രയോജനം? ഒരു വിരലെങ്കിലും ഇതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു നിയമമില്ലാത്ത കുറവല്ല. അങ്ങേക്ക് പറയാം നിയമമുണ്ട് നമുക്കിവിടെ, നിയമം പാലിക്കപ്പെടുന്നില്ല. നമ്മുടെ കറപ്ഷനെ പറ്റി പറയുന്നു എന്നല്ലാതെ കറപ്ഷൻ ഇല്ലാതാക്കുന്നില്ല. ഇതെല്ലാം കൂട്ടി ഒരു സമഗ്രമായ സമീപനം ഉണ്ടെങ്കിൽ മാത്രമേ പ്രകൃതിയെ രക്ഷിക്കാൻ ഒക്കത്തുള്ളൂ. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം നമ്മളിപ്പോൾ കണക്കിലെടുക്കുന്നില്ല. ഇതിന് കാരണം പ്രകൃതിയുടെ ചൂഷണമാണ്. നമുക്ക് പ്രകൃതി ഒരു റിസോഴ്സാണ്. നമുക്ക് സ്വത്തുണ്ടാക്കുന്നതിന്, നമുക്ക് പണം ഉണ്ടാക്കുന്നതിന്, നമുക്ക് ഉൽപാദനം കൂട്ടുന്നതിനും വേണ്ടിയുള്ള ഒരു റിസോഴ്സാണ് പ്രകൃതി. പ്രകൃതി നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബേസിക്കായിട്ട് ഇത് നമ്മൾ ചെയ്യുന്നില്ല. ഇതാണ് ഈ പ്രശ്നം പ്രകൃതിയെ പറ്റിയുള്ളത്. അല്ലെങ്കിൽ പ്രകൃതിയുടെ ചൂഷണം എന്തുകൊണ്ട് നേടിക്കുന്നു? ഒരു കാലത്തും ഈ നിലയിലുള്ള ഗ്രോത്തും ഈ നിലയിലുള്ള ഉപഭോഗവും ഒരു കാലത്തും പ്രകൃതിയെ സംരക്ഷിക്കാൻ ഉപകരിക്കുകയില്ല എന്ന് ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുന്നു. കാണുന്നു നമ്മുടെ ഉപഭോഗം കൂടിക്കൊണ്ടിരിക്കുന്നു. പെർ ക്യാപിറ്റ ഇൻകം കൂടണം. ഇപ്പം സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും പെർ ക്യാപിറ്റ ഇൻകം ഗ്രോത്ത് വേണം. ഭയങ്കരം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളത് നമ്മൾ പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മനുഷ്യന് വേണ്ടിയാണെന്നുള്ളതും അതിനുവേണ്ടി എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രഥമമായിട്ട് നീക്കേണ്ടത് ഗ്രോത്ത് വേണ്ടാക്കോ. അടുത്ത 5 കൊല്ലം നമ്മൾ ഗ്രോ ചെയ്യുന്നില്ല, പണം ഉണ്ടാക്കുന്നില്ല എന്ന് തീരുമാനിക്കാൻ ഏതെങ്കിലും ഗവൺമെന്റിന് സാധിക്കില്ല. മനുഷ്യന് പിന്നീട് ഉപഭോഗ സംസ്കൃതി മാത്രം വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് എന്തിനാ എല്ലാ വർഷവും ഇവിടുത്തെ ഗവൺമെന്റ് തന്നെ നടത്തുന്നുണ്ടല്ലോ മേളകൾ, ഭക്ഷ്യമേളകൾ, അതല്ലെങ്കിൽ മറ്റു മേളകൾ നടത്തുക. കച്ചവട സ്ഥാപനങ്ങൾ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഗവൺമെന്റിന്റെ അവിടുത്തെ ഉപഭോഗം കൂടുന്തോറും ഉപഭോഗമാണ് ഡെവലപ്മെന്റ്. മനുഷ്യ സംസ്കൃതി ഇല്ലാതെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. അത് മാറിയില്ലെങ്കിൽ നമ്മൾ പ്രകൃതിയെ പറ്റി ഇങ്ങനെ പറയാം, അത് അനുഭവിക്കുകയും ചെയ്യാം. പ്രകൃതിയുടെ ചൂഷണം മൂലം ഉണ്ടാകുന്ന ദുര്യോഗങ്ങൾ നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്, അനുഭവിച്ചുകൊണ്ടേയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പോ മണൽ വാരുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണലും പാറ എന്തിനാണ്? 50 നില കെട്ടിടങ്ങളാണ് ലോകത്തിൽ ഇപ്പം ഉള്ളത്. ഇവിടെ തന്നെയുണ്ട് 30 നില 20 നില ഫ്ലാറ്റുകൾ. മനുഷ്യന് ജീവിക്കുവാൻ ആവശ്യമായ കെട്ടിടങ്ങളെ പണിയാവൂ. അതിന് നിബന്ധന വരികയും അതിന് നിയമം വരികയും ചെയ്തു കഴിഞ്ഞാൽ 25 ബെഡ്റൂം ഉള്ളത് അല്ലെങ്കിൽ 40 ബെഡ്റൂം ഉള്ളത് ഇവിടെ റിലയൻസുകാരൻ്റെ വേറെ ഇവിടെ തന്നെ തൃശ്ശൂർ തന്നെയുണ്ട്. നോക്കാം, ഈ അടുത്ത കാലത്ത് വന്നതാണ്. ഇതിനൊന്നും യാതൊരു മനുഷ്യന് അതിനെപ്പറ്റി ഒന്നും ചിന്തയില്ലാതെ മനുഷ്യനും വേണം ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ്. നമ്മൾ CSRനെ പറ്റി പറയുന്നുണ്ട്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ പറ്റി, കോർപ്പറേറ്റുകളെ പറ്റി പറയുന്നു. ഓരോ മനുഷ്യനും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എനിക്കുണ്ടൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ കമ്മിറ്റ്മെന്റ്. എൻ്റെ ഓരോ ആക്ടിവിറ്റീസിനും അതിനനുസരിച്ച് വേണം ഇരിക്കാൻ.
അങ്ങനെയാണെങ്കിൽ ഞാൻ 50 നില കെട്ടിടത്തിൽ അല്ലെങ്കിൽ 20 നില കെട്ടിടത്തിൽ അല്ലെങ്കിൽ ദിവസവും പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയി വല്ല ഊണ് കഴിക്കലും ദിവസവും പോയി ഇഷ്ടംപോലെ ഊണ് കഴിക്കാൻ ഞാൻ ഒരു പ്ലേറ്റ് മേടിക്കുകയല്ല, എന്തായാലും പറയുന്നത് നമ്മളെടുത്ത് പറയുമല്ലോ, അതെ ബുഫേയിൽ പോകുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ബുഫേക്ക് നമ്മൾ പങ്കെടുത്ത് ഒരു പഞ്ചനക്ഷത്രത്തിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ അറ്റ്ലീസ്റ്റ് പോകണം, നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇതാണോ? അങ്ങനെ മാത്രമേ നമുക്ക് ഈ പറയുന്ന നദികളെയോ പ്രകൃതിയെയോ സംരക്ഷിക്കാൻ ഒക്കൂ. നല്ല റിപ്പോർട്ടുകൾ എഴുതാം. ഇതിനൊരു നടപടികൾ ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ നല്ലത് എന്ന് മാത്രം ഉപക്രമമായി പറഞ്ഞുകൊണ്ട് ഈ സ്റ്റാറ്റ്മെന്റ് പറയുന്നു. ഞാൻ അധിപ്രസംഗമാണെന്ന് പറഞ്ഞത് ഇപ്പം ഇതായില്ലേ, പരമാർത്ഥമായില്ലേ, സത്യമായില്ലേ അധിപ്രസംഗം പറയുന്ന ഒരാളാണ്. ശരി, ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി പൊതു ചർച്ചയ്ക്കുള്ള സമയമാണ്. ഞാൻ ഈ ടെക്നിക്സ് സെക്ഷൻ ചെയർ ചെയ്ത 3 ചെയർപേഴ്സൺസിനെയും ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സെഷൻസ് പ്രസന്റ് ചെയ്ത 3 പേരെയും ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. മാത്രമാണ് സ്റ്റഡിക്ക് വിധേയമായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എൻ്റെ ടൈറ്റിൽ പറയുന്നത് പോലെ ഒരു മീനച്ചിലാറിന്റെ പൂർണ്ണമായ സ്റ്റഡി യഥാർത്ഥത്തിൽ വന്നിട്ടില്ല. അവിടെ ഇപ്പോൾ ഇതിനു മുന്നേ ഉണ്ടായിട്ടുള്ള അതിൻ്റെ പൊല്യൂഷനാണെങ്കിലും മണ്ണൊലിപ്പാണെങ്കിലും അല്ലെ ജീവജാലങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ഇത് സ്റ്റാർട്ടിങ് മുതൽ 43 കിലോമീറ്റർ വരെ എന്താണെന്ന് പറയുന്നത്. പക്ഷേ ഈ മണ്ണൊലിപ്പ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മണ്ണൊലിപ്പ് പൂർണ്ണമായും ഇനി വേമ്പനാട്ടുകാരിൽ കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം എടുത്ത സ്റ്റഡി ചെയ്ത പഞ്ചായത്തുകളൊന്നും മണ്ണ് നിലവിൽ ഇനി എടുക്കാനില്ല, നീറ്റാണ് കാണിച്ചത്. നമ്മൾ ഈ മണൽ എവിടെയെങ്കിലും ഇറോഷനായിട്ട് പോയിട്ട് വേമ്പനാട്ടുകാരിൽ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടോ? അതുപോലെ ഈ ജലസമ്പത്ത് നോക്കുമ്പോൾ, ജീവജല സമ്പത്ത് നോക്കുമ്പോൾ വേമ്പനാട്ടുകാരിൽ നിന്ന് മത്സ്യസമ്പത്ത് ഇങ്ങോട്ടേക്ക് കയറി ഇടയായിട്ടുണ്ടോ? ഈ കാലക്രമേണ ഉണ്ടായിട്ടുള്ള രൂപാന്തര വേദന തരങ്ങളിൽ എങ്ങനെയൊക്കെ ബാധിച്ചു? പിന്നെ ഈ എടുക്കാനുള്ള സർവേ എടുക്കാനുള്ള ബാക്കി ഒരു പ്രദേശത്ത് യഥാർത്ഥത്തിൽ കൂടുതൽ ഭാഗത്ത് ഏറ്റവും മോശമുള്ള പ്രദേശമാണ്. പൂർണ്ണമായിട്ടുള്ള സ്റ്റഡി ആവശ്യമാണെന്നുള്ളൊരു അല്ലെന്നാണ് ഒരു സംശയമുള്ളത്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇതിന് തുടർ സർവേ നടക്കും. അതിന് CRM മുൻകൈയെടുക്കുമോ അല്ലെ വേറൊരു ഏജൻസി മുൻകൈയെടുക്കുമോ അല്ലെ ഗവൺമെന്റ് മേഖലയിൽ സമ്മർദ്ദം ഉണ്ടാകും. മീനച്ചാറെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ടാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഈ നദിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രദേശങ്ങളിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലൊരു റിപ്പോർട്ട് ഉണ്ടാകുമോ എന്ന സംശയമാണ്. സാറ് പറഞ്ഞ പോലെ തന്നെ മീനച്ചിലാറിന്റെ തീരത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. വലിയ പുസ്തകമാണ്. അതിൻ്റെ ഒരു അബ്രിഡ്ജ്ഡ് വെർഷൻ ഈ മാപ്പോട് കൂടി ഒരു 10-20 പേജ് വരുന്ന രീതിയിലാക്കി എല്ലാവർക്കും അടുത്ത കാലത്ത് നൽകാൻ ചാത്തുക്കളും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. കാരണം ഇത് നിങ്ങൾ ചെയ്ത ചെറിയ വർക്കായിരിക്കാം, പക്ഷേ കേരളത്തിൻ്റെ മുഴുവനായി കേരളത്തിൻ്റെ സംഗതികൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ല മാതൃകയാണ്. ഇതുപോലൊരു സ്റ്റഡി നടത്തുമ്പോൾ അതൊരു റിവറിന്റെ ടോട്ടൽ ഇക്കോസിസ്റ്റത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ എപ്പോഴും നടത്തുവാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകും. ഈ പഠനം നടത്തിയത് വളരെ ആത്മാർത്ഥമായി നടത്തിയ ടീമിന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. പിന്നീടേക്ക് പോകാനായി, കുറച്ചും കൂടി പോകാനായി ഈ പറയുന്നത് ഡേറ്റാബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡേറ്റാബേസ് ഉണ്ടാക്കി CRM-ൽ തന്നെ ഇനിയും അടുത്ത കാര്യങ്ങളിൽ പഠനങ്ങളോ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ പഠനങ്ങൾ നടക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ. ഒരുപക്ഷെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ അവസരത്തിൽ താല്പര്യപൂർവ്വം ഈ സെമിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പ്രകടിപ്പിക്കുവാനായിട്ട് CRM ഫാക്കൽറ്റി ശ്രീ TV തിലകനെ ഞാൻ ക്ഷണിക്കുന്നു. ഇതിന് ശേഷം നമുക്ക് ലഞ്ചാണ്. ലഞ്ച് അറേഞ്ച് ചെയ്യുവാനായിട്ട് 5 മിനിറ്റ് ഇവിടെ തന്നെയാണ് ലഞ്ച് അറേഞ്ച് ചെയ്യുക. 5 മിനിറ്റ് സമയം ഇവിടെ അറേഞ്ച്മെൻറ്റ് വേണ്ടി വരും. ആ സമയത്ത് നിന്ന് പുറത്തിറങ്ങി ഒന്ന് ഫ്രഷായി 5 മിനിറ്റിനുള്ളിൽ തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് ഞാൻ ശ്രീ TV തിലകനെ ക്ഷണിക്കുന്നു. പരിപാടിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുവാനാണ് എൻ്റെ കർത്തവ്യം. ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് കൃതജ്ഞത രേഖപ്പെടുത്തില്ല. പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും എൻ്റെ പേരും CRM-ൻ്റെ പേരും ഹൃദയത്തിൻ്റെ വഴി നന്ദി രേഖപ്പെടുത്തുന്നു.